എന്താണ് എമ്പുരാന് സംഭവിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാകുമ്പോഴും പിന്നണിയിലുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നതാണ്. പറഞ്ഞ സമയത്തിനു മുൻപേ ട്രെയിലർ പുറത്തുവിട്ടതും ഇതിന് ഉദാഹരണമായിരുന്നു. ഇപ്പോഴിതാ മുഖം മറച്ച വില്ലനാണ് സോഷ്യൽ മീഡിയയെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത്. ഇനി സിനിമയിലെ വില്ലൻ ഫഹദ് ഫാസിൽ ആണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. എമ്പുരാന്റെ ട്രെയിലർ ഇന്നുച്ചയ്ക്ക് 1:08 പുറത്തുവിടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. എന്നാൽ അർദ്ധരാത്രി 12:30 എമ്പുരാന്റെ ട്രെയിലർ പുറത്തുവിട്ടു. ലീക്കാകുമെന്ന് കണ്ടതിനാലാണ് നേരത്തെ പുറത്തുവിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് 27 ആഗോള റിലീസിനായി എത്തുന്നത്. ഖുറേഷി എബ്രാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, സായ് കുമാർ, ആൻഡ്രിയ ടിവാഡർ തുടങ്ങിയ വമ്പൻ നിര തന്നെയുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫ്ലിന്നിന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരയ്ക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലായിരുന്നു. 2025 ജനുവരി 26 ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി 26 ഇപ്പോൾ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ അതിലെ പ്രധാന വില്ലനെ തിരയുകയാണ് സോഷ്യൽ മീഡിയ. ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങുമ്പോഴും ആ കഥാപാത്രത്തിന്റെ മുഖം മാത്രം കാണിക്കുന്നില്ല. എന്നാൽ ആ ചുവന്ന ഡ്രാഗൺ ചിഹ്നം അയാളുടെ വസ്ത്രത്തിന് പിറകിൽ കാണാം. സിനിമയിലെ പ്രധാന വില്ലൻ ഈ കഥാപാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ ലുക്കുണ്ടെന്നും വില്ലൻ ഫഹദ് തന്നെയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം ബ്രേക്കിംഗ് ബാഡ് താരം ജോൺ കാർലോ എസ്പോസിറ്റോ ആണ് വില്ലനായി എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം ഖുറേഷിയോട് ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. Let's believe the beauty of promise. Let's experience the world-class shopping. Yes, a new shopping sport with ever great price tag, and of course, just so near from your home. Be fashionable with Wafa style. Stay healthy with Wafa Fresh, and much more your regular needs. Hyper Al Wafa, shop the best.